ലഷ്കർ കമാൻഡറായ സൈഫുള്ള സെയ്ഫിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനപരമായ ഒരു വീഡിയോ അതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അതും കൂടുതൽ ഗൗരവമായി എടുക്കേണ്ട ഒന്നാണ്. അയാൾ അതിൽ പറയുന്നത് ലഷ്കർ തലവൻ ഹാഫിസ് സെയ്ദ് അലസനായി ഇരിക്കുകയില്ലെന്നും ബംഗ്ലാദേശിലൂടെ ഇന്ത്യയെ ആക്രമിക്കാൻ ഹാഫിസ് സെയ്ദ് ആസൂത്രണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുമൊക്കെയാണ് വീഡിയോയിൽ പറയുന്ന കാര്യം. ഇതൊക്കെ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇത് ഒരു ഭീകരാക്രമണമാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ലല്ലോ. ഒരിക്കലുമില്ല. അതിലേക്ക് തന്നെയാണ് അനുശ്രീ അന്വേഷണം പോകുന്നത്. കാരണം ഈ ഹാഫിസ് സയ്യിദ് എന്ന് പറയുന്നിട്ടുള്ള ലഷ്കർ ഇ തയ്യബയുടെ സ്ഥാപകനായിട്ടുള്ള ലോകം ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭീകരവാദിയായി പ്രഖ്യാപിച്ച ഹാഫിസ് സയ്യിദ് എന്ന് പറയുന്ന ഭീകരൻ, ആ ഭീകരൻ ബംഗ്ലാദേശിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ, ഇന്ത്യയിൽ പുതിയ ഭീകരാക്രമണങ്ങൾ നടത്താൻ, ഇന്ത്യയിൽ വലിയ ഭീകരാക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിടുന്നുവെന്ന് ഈ ലഷ്കർ ഇ തയ്യബയുടെ കമാൻഡറായിട്ടുള്ള സൈഫുള്ള സെയ്ഫ് ഇക്കഴിഞ്ഞ 30-ാം തീയതിയാണ് ഒരു വീഡിയോ സന്ദേശത്തിലൂടെ പങ്കുവച്ചത്. അതിനുശേഷം തന്നെ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഈ ഭീകരൻ ഹാഫിസ് സെയ്ദ് എന്ന് പറയുന്ന ഭീകരൻ ഇന്ത്യയിൽ പലയിടങ്ങളിലും, ഡൽഹി അടക്കമുള്ള പലയിടങ്ങളിലും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ പദ്ധതിയിടുന്നു. ഇന്ത്യ അങ്ങനെ സന്തോഷമായി പോകുന്നത്, അങ്ങനെ മുന്നോട്ട് പോകാമെന്ന് കരുതണ്ട എന്നുള്ള രീതിയിൽ വലിയതുള്ള ഒരു ഭീഷണി തന്നെ, ഒരു മുന്നറിയിപ്പ് തന്നെ നൽകിയിരുന്നു. അതിന് പിന്നാലെ രാജ്യത്തെ ഇൻഫ്ലുവൻസ് ഏജൻസികളെല്ലാം അതീവ സുരക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പലരുടെയും സംശയം തോന്നിയ പലരുടെയും അടുത്ത് പോലീസിന്റെ അന്വേഷണം എത്തുന്നതും ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ അടക്കമുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്തിയതും. പക്ഷേ അവിടെ നിന്ന് ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ, അയാളാണോ ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ്. കാരണം പോലീസ് ഏകദേശം അടുത്തെത്തുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അപകടം, ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നതെന്ന് വേണം നമുക്ക് കരുതാൻ. എന്നാൽ വീണ്ടും പറയുന്നു, കേന്ദ്ര സർക്കാർ, നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങളൊന്നും ഇതൊരു ഭീകരാക്രമണമായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ UAPA ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഡൽഹി പോലീസും NIA അന്വേഷിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഭീകര സംഘടനകളുടെ ബന്ധം, ഇതിലെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചു വരികയാണ്. ഈ I-20 കാർ, അതായത് ഈ പൊട്ടിത്തെറിച്ച I-20 കാർ പുൽവാമ സ്വദേശിയുടേതാണ്. പുൽവാമ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് സൽമാനാണ് ഈ കാർ ആദ്യമായി വാങ്ങുന്നത്. അതിനുശേഷം 4 പേരുടെ കൈമറിഞ്ഞു. HR 26CE 7674 എന്ന് പറയുന്ന ഈ വാഹനം ഇന്നലെ ചെങ്കോട്ടയ്ക്ക് സമീപം 3 മണിക്കൂറാണ് നിർത്തിയിട്ടിരുന്നത്. അതിനുശേഷം 6:50 ഈ വാഹനം മെല്ലെ മൂവ് ചെയ്യുന്നു. അങ്ങനെ ഒരു സിഗ്നൽ നിൽക്കുന്ന സമയത്ത് ആ വാഹനം പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ മുഹമ്മദ് സൽമാൻ അടക്കമുള്ള ആൾക്കാർ, ജമ്മു സ്വദേശികളടക്കമുള്ള ആളുകൾ ഈ ഒരു സ്ഫോടനത്തിന് പിന്നിലുണ്ടോ, അവരുടെ പങ്ക് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ വ്യക്തമാകും. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരപ്രകാരം കാശ്മീരിൽ ഇതുമായി ബന്ധപ്പെട്ട്, ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം. അതായത് ഇതൊരു സാധാരണ ബോംബ് ബ്ലാസ്റ്റ് അല്ല, പകരം പല കണ്ണികൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പുറത്തു വരുന്ന വിവരങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം പുൽവാമയിൽ ഒരാൾ അറസ്റ്റിലാകുന്നു, കാശ്മീരിൽ അറസ്റ്റിലാകുന്നു, അതുപോലെ ഹരിയാനയിൽ 2 പേർ പിടിയിലാകുന്നു. അതിൽ ഒരാൾ, അവിടുന്ന് രക്ഷപ്പെട്ട ഒരാൾ, ആ പോലീസിന്റെ പിടിയിലാകാതെ രക്ഷപ്പെട്ട ഒരാളുടെ CCTV ദൃശ്യങ്ങൾ ചെങ്കോട്ടയ്ക്കടുത്തുള്ള ഈ പൊട്ടിത്തെറിച്ച കാറിൽ നിന്ന് കണ്ടെത്തുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഈ കൊല്ലപ്പെട്ട ആളുകളിൽ ഈ ഭീകരവാദ പ്രവർത്തനം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ഡോക്ടർ മുഹമ്മദ് ഉമറും ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് മരിച്ചു എന്ന് പറയുന്ന 11 പേരിൽ ഒരാൾ ഭീകരവാദിയാണോ എന്നുള്ളതാണ്, അയാളുടെ മൃതദേഹമാണോ ആശുപത്രിയിലുള്ളത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് അനുശ്രീ. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളും DNA പരിശോധനകളും ഒക്കെ ഉടൻ നടത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം, ആശുപത്രിയിൽ നിന്നടക്കം ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആക്രമണം, ഇന്നലെ ഉണ്ടായ ബോംബ് ബ്ലാസ്റ്റ്, ആ കൂട്ടത്തിൽ മരിച്ചവരിൽ ഒരാൾ ഭീകരനാണെങ്കിൽ ഇതൊരു ചാവേർ ആക്രമണമാണ് എന്നുള്ള കാര്യം നമുക്ക് സ്ഥിരീകരിക്കാം. അങ്ങനെയാണെങ്കിൽ രാജ്യം ഹൈ അലേർട്ടിലാണ് നിലവിൽ. കേരളമടക്കം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും, എല്ലാ എയർപോർട്ടുകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുലർത്തിയിരിക്കുന്നത്. പ്രധാനമായും ഡൽഹി, മഹാരാഷ്ട്ര, അതുപോലെ ഉത്തർപ്രദേശ്, അയോധ്യ ക്ഷേത്രം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്ദിരാഗാന്ധി ടെക്നോളജി യൂണിവേഴ്സിറ്റി, ഡൽഹി ടെക്നോളജി വിമൻ യൂണിവേഴ്സിറ്റി 65ഓളം ഡ്രോണുകളാണ് ഡൽഹിക്ക് കൈമാറിയിരിക്കുന്നത്. ഈ ഡൽഹിയിലെ വിവിധ ഇടങ്ങളിൽ ഈ ഡ്രോണുകൾ ഉയർന്നു പറക്കുന്നുണ്ട്. അവിടുത്തെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ
യൂണിവേഴ്സിറ്റി ഡ്രോണുകൾ വിട്ടു നൽകിയിരിക്കുന്നത്. അത് ഡൽഹി പോലീസ് ഉപയോഗിച്ചുകൊണ്ട് ആ പ്രദേശത്തെല്ലാം വലിയ രീതിയിലുള്ള നിരീക്ഷണമാണ് നടത്തി വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഡൽഹി ഹൈ അലേർട്ടിലാണ്. അവിടെ എല്ലാ പോലീസ് സ്റ്റേഷൻ മേഖലകളിലും ചെക്ക് പോസ്റ്റ് വെച്ചിട്ട് സംശയം തോന്നുന്ന എല്ലാവരെയും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയൊരു അപകടം ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാം, ഈ ഫരീദാബാദിലെ ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതിന് ശേഷം അവിടുന്ന് ഡോക്ടർമാരടക്കം, അതായത് സാധാരണ ജോലിയോ അങ്ങനെ ഒന്നുമില്ലാത്ത ആളുകളാണ് ഇത്തരത്തിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുന്നതെങ്കിൽ സമൂഹത്തിൽ ഉന്നതരായി ജീവിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളത് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വിവരം കൂടിയാണ്. ഡോക്ടർ മുഹമ്മദ് ഷാക്കിൽ അടക്കം, ഡോക്ടർ ഉമർ മുഹമ്മദ് അടക്കം ഈ ഒരു ഭീകരാക്രമണത്തിൽ പങ്കാളികളാണോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. മാത്രമല്ല, ഒരു വനിതാ ഡോക്ടർ കൂടി പിടിയിലായി എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. കാരണം നമുക്കറിയാം, നമ്മൾ വളരെ ഡോക്ടർമാരെ ബഹുമാനിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അപ്പോൾ അത്തരത്തിൽ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരത്തിലൊരു ഭീകരവാദ പ്രവർത്തനമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരുപക്ഷെ വിശ്വസിക്കാനാവാത്തൊരു കാര്യം തന്നെയാണ്. അതിൽ ഒരു വനിത കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അവരുടെ പക്കൽ നിന്ന് AK-47 അടക്കമുള്ള തോക്കുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമായ ആശങ്കപ്പെടുത്തുന്ന വിവരം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ജെയ്ഷെ മുഹമ്മദ് അടക്കം, ലഷ്കർ ഇ തൊയ്ബ അടക്കം ഏതെങ്കിലും ഭീകര സംഘടനകളുടെ പങ്കുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുകയാണ്. ഇതിൽ സാധാരണ ഒരു ബ്ലാസ്റ്റ് അല്ല എന്നുള്ള കാര്യം തന്നെ നമുക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ വ്യക്തമായതാണ്. കാരണം ഒരു കാർ പെട്ടെന്ന് 3 മണിക്കൂർ നിർത്തിയിട്ടിരിക്കുന്നു, അവിടെ വന്ന് പൊട്ടിത്തെറിക്കുന്നു. ആ കാർ ഓടിച്ചിരുന്നു എന്ന് പറയുന്ന ആളുടെ സുഹൃത്തുക്കളെ ഹരിയാനയിൽ നിന്ന് പോലീസ് മണിക്കൂറുകൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു സാധാരണ ഒരു CNG കാർ ബ്ലാസ്റ്റ് അല്ല എന്നുള്ള കാര്യം വ്യക്തമാകും. കാരണം മാത്രമല്ല, അതൊരു പെട്രോൾ കാറാണ്, CNG കാറല്ല എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് വെള്ളയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പെട്രോൾ വാഹനമാണ്, പെട്രോളോ ഡീസലോ ആണെന്നുള്ള കാര്യം നമുക്ക് സ്ഥിരീകരിക്കാം. അതൊരു CNG വാഹനമല്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എന്തുകൊണ്ട് ഈ വാഹനം പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ സ്ഫോടക വസ്തുയുടെ ശേഖരങ്ങൾ NIAക്ക് അവിടുന്ന് ലഭിച്ചിട്ടുണ്ടോ, ഇന്നലത്തെ തെളിവെടുപ്പിൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം, വിശ്വസനീയമായ സോഴ്സുകൾ പ്രകാരം ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് അവിടുന്ന് സ്ഫോടക വസ്തുവിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അക്കാര്യങ്ങളൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം ഇത് അതീവ സുരക്ഷയുള്ള, അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതീവ ജാഗ്രത പുലർത്തുന്ന കാര്യമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വിവരങ്ങളും പുറത്തുവിടാറില്ല. ഹൈലി ക്ലാസിഫൈഡ് ആയിട്ടുള്ള രേഖകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അത് ഒരു തരത്തിലും പുറത്തുവിടാൻ നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്ക് കഴിയില്ല. എന്തായാലും ആഭ്യന്തരമന്ത്രി ഇന്നലെ രാത്രി തന്നെ ആ പ്രദേശത്ത് സ്ഫോടനമുണ്ടായ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. അതുപോലെ ആഭ്യന്തര മന്ത്രാലയത്തിൽ വെച്ച് ഇന്ന് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ മീറ്റിംഗ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇതിൽ എന്തെങ്കിലും പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടോ ബംഗ്ലാദേശ് ബേസ്ഡ് ആയിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തു നിന്നാണ് ആക്രമണം ലക്ഷ്യമിട്ടതെങ്കിൽ, അതിന് പിന്നിലുണ്ടെങ്കിൽ ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ പോലെ മറ്റെന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്നുള്ള കാര്യവും രാജ്യം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പഹൽഗാമിലുണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ പാകിസ്ഥാനിൽ പോയി ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ നേതാക്കളെ അടക്കം വധിച്ചുകൊണ്ട് തിരിച്ചെത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചടി എന്നോണമെന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു ഭീകര പ്രവർത്തനം ഉണ്ടായതെങ്കിൽ അതിനൊരു മറുപടി എന്നോണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊരു ആക്രമണം, ഇന്ത്യയുടെ ഭാഗത്ത് നിന്നൊരു സൈനിക നീക്കം ഉണ്ടാകുമോ എന്നുള്ള കാര്യവും ആകാംക്ഷയോടെ ഭാരതീയർ കാത്തിരിക്കുകയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ന്യൂസ് 18നോട് നൽകിയ അഭിമുഖത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കെതിരെ നീക്കം നടത്തുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യവും നമുക്ക് നിരീക്ഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ അവലോകന യോഗം നടത്തും. അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ